ഇപ്പൊ ഒരു പുതിയൊരു വിഭാഗം ആളുകൾ ഈ മാനവികതയുടെ കുത്തകയായിട്ട് വന്നു. കുറെ പേരൊക്കെ മനുഷ്യർ അല്ല, അല്ലെങ്കിൽ അവർ പൂർണ്ണമായ വൈകാരിക ബൗദ്ധിക ശേഷി ആർജിച്ചിട്ടില്ലാത്തവരാണ്, ഒരു വളരെ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ മോശം മനുഷ്യരാണ്. അവരോട് അഡ്രസ്സ് ചെയ്യാൻ തന്നെ നമുക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ വളരെ ഉന്നതരും ഉദാത്ത മനോനിലയുമുള്ള മനുഷ്യരാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ നേതാവിനെ പുകഴ്ത്തുന്നത്, എന്തുകൊണ്ടാണ് ഇറാന്റെ നേതാവിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ ജഗതി അഭിനയിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ നഷ്ടമായിട്ട് മലയാളികൾ പൊതുവിൽ കാണാറുണ്ട്. പക്ഷെ അത് നികത്താൻ പറ്റിയ ശേഷിയുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില ന്യായീകരണങ്ങൾ, എന്താണ്, വാചക കസർത്തുകളുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാമനയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കരയുന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. എന്താണ് കാരണം? അത് അധിനിവേശനം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വി ഡോണ്ട് ലൈക്ക് ഇൻവേഷൻ, വി ഡോണ്ട് ലൈക്ക് ഇമ്പീരിയലിസം. സാമ്രാജ്യത്തെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സാമ്രാജ്യത്വവും അധിനിവേശവും എവിടെ കണ്ടാലും എതിർക്കുക എന്നുള്ളത് ഞങ്ങളുടെ DNA-യിലുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾക്ക് ശീലിച്ചു പോയി. അതൊരു മാനവികതയുടെ, മനുഷ്യത്വത്തിന്റെ കുറെ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇതേപോലെയൊക്കെയുള്ള ഫൺ സ്റ്റേറ്റ്മെന്റ് ബേസിക്കലി ചില ചാനലുകളിൽ വരാറുണ്ട്. ചില രാത്രികളിലൊക്കെ ചില പരിപാടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കമ്മ്യൂണിസവും അധിനിവേശവും തമ്മിൽ ഈ തരത്തിലുള്ള ഒരു ബന്ധം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, പണ്ടും ഇല്ല, ഇനിയും ഉണ്ടാവില്ല. ഒന്ന്, അധിനിവേശം ഇഷ്ടപ്പെടാത്ത, അധിനിവേശത്തെ എതിർക്കുന്ന, എല്ലാത്തരം അധിനിവേശങ്ങളെയും ചെറുക്കുന്ന ഒന്നാണ് കമ്മ്യൂണിസമോ മാർക്സിസമോ എന്നൊക്കെ പറയുന്നത്. 100 അല്ല അതിൽ കൂടിയ എന്തെങ്കിലും ശതമാനം ഉണ്ടെങ്കിൽ അത്രമാത്രം തെറ്റാണ്. അത് വസ്തുതാവിരുദ്ധമാണ്, അത് പരമാബദ്ധമാണ്. അങ്ങനെ അല്ല എന്ന് മാത്രമല്ല, അതിന് നേർ വിപരീതമാണ് ചരിത്രം മുഴുവൻ നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം അധിനിവേശത്തെ എതിർക്കും. എങ്ങനെ? എൻ്റെ ക്യാമ്പിന് സഹിക്കാനാവാത്ത ഒരു അധിനിവേശം, ഞങ്ങളുടെ ഹലാൽ അധിനിവേശത്തെ ഞങ്ങൾ എതിർക്കില്ല, എന്നാൽ ഞങ്ങളുടെ ഹറാം അധിനിവേശത്തെ ഞങ്ങൾ എതിർക്കും. അങ്ങനെ എതിർത്തതാണ് ഈ എതിർപ്പുകൾ എന്നൊക്കെ സോക്കോൾഡ്. ഇതെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ, റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ എതിർക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.